ഹേയ് ഹലോ എവ്രി വൺ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നത്തെ നമ്മളെ വിശേഷം എന്താണെന്ന് വെച്ചാൽ കുറച്ച് മുന്നേ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നടന്ന രണ്ട് സംഭവങ്ങളാണ്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ലൈറ്റായി, പിന്നെ കാര്യമായിട്ട് വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുമില്ല. അങ്ങനെ മുൻകൂട്ടി ഒരു പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന കുറച്ച് ക്ലിപ്സ് എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ആക്കണമെന്ന് മാത്രം. എന്താണെന്ന് വെച്ചാൽ ഈ വർഷത്തെ നടന്ന 2 പെരുന്നാൾ, അതാണ് വിഷയം. ഓക്കെ, കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല. പിന്നെ അതൊക്കെ ഒരു രസമല്ലേ, നമ്മളെ മെമ്മറീസ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന്, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കൂട്ടി വെക്കൂലേ, അത്രയേ ഉള്ളൂ. പിന്നാലാനി ഇങ്ങോട്ട് അതാടാ ഇതിപ്പോൾ കാണുന്നത് മോന് രാവിലെ തന്നെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എഴുന്നേറ്റ് അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന ഫുഡ് പായസം കേട്ടോ, എന്താണെന്നറിയില്ല. പിന്നെ എല്ലാ പെരുന്നാൾക്കും നമ്മൾ ചെറുതിലേ കണ്ട് ശീലിച്ചാണ്. പള്ളിയിൽ നിന്ന് എല്ലാവരും പിരിഞ്ഞ് വരുന്ന സമയത്ത് പായസം കൊടുക്കാനുള്ളതുകൊണ്ടാവും. പിന്നെ പായസം ഒന്ന് സെറ്റാവണമല്ലോ, അതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് വരാൻ. അപ്പോൾ അത് കാരണം പായസം ഉണ്ടാക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോൾ കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാവുമല്ലോ, അത് എന്തെങ്കിലും ലൈറ്റായിട്ട് ഇതുപോലെ തന്നെ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കും, പഴംപൊരിയോ അല്ലെങ്കിൽ ഉണ്ണിയപ്പോ. പിന്നെ ഇന്ന് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത്, ഈ ദിവസം ഉണ്ടാക്കിയത് പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ എടുത്തതായിരുന്നു. ഇവിടെ ഇപ്പോൾ അതാ അല്ലു, അവൻ്റെ കാര്യത്തിൽ പിന്നെ ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലൊന്നും നമ്മൾ അറിയണ്ട. ആള് ഫുൾ പെർഫെക്റ്റാണ്, ഉറക്കം പോലും ഉണ്ടാവില്ല, അങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ് അവന്. അങ്ങനെ അവനും പിന്നെ ഞങ്ങളെ മുത്താപ്പാൻ്റെ മോന് ഉണ്ടായിരുന്നു ഇവിടെ ഇക്കാക്ക. അപ്പോൾ മൂപ്പരും അവനും കൂടി പള്ളിയിൽ നേരത്തെ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഋഷിക്ക ചായക്ക കുടിച്ചതിന് ശേഷം അങ്ങനെ ഇറങ്ങിയിട്ടോ. പിന്നെ ഇതിപ്പോൾ ഋഷിക്കാൻ്റെ ഒരു ഫ്രണ്ട് നമ്മളെ തൊട്ടടുത്ത് തന്നെ ഒരു ബേക്കറി നടത്തുന്നുണ്ട്. അപ്പോൾ മൂപ്പര് അന്നത്തെ ദിവസം നമുക്ക് കുറച്ച് സ്വീറ്റും പിന്നെ അതുപോലെ കേക്ക്, ഇവിടുത്തെ കുറച്ച് സ്പെഷ്യൽ സ്വീറ്റ്സൊക്കെ ആയിട്ട് അങ്ങനെ വന്നതായിരുന്നു. പിന്നെ അപ്പോഴേക്കും പിന്നെ ദാനു ഉറങ്ങി. ഇതും നല്ല ഉറക്കമാണ്, അവളും എണീറ്റിട്ടില്ല. പിന്നെ കുറച്ച് അധികം സമയം തന്നെ കിച്ചണിലായിരുന്നു. പിന്നെ ഒറ്റക്കായത് കൊണ്ട് തന്നെ ഞാനധികം ക്ലിപ്സൊന്നും ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല. എന്നാലും ചെറുതായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ എടുത്തതാണ്. പിന്നെ കുറേ കാര്യങ്ങൾ, വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുക, അതുപോലെ ഫിഷോ മീറ്റോ എന്താണെന്നുണ്ടെങ്കിലും അത് മാഗ്നേറ്റ് ചെയ്ത് വെക്കുക, ഇതെല്ലാം ഞാൻ തലേദിവസം തന്നെ ചെയ്യും. പിന്നെ ഇതിപ്പോൾ നമ്മൾ പിന്നെ ഷോപ്പിൽ വർക്കേഴ്സിന് അവർക്ക് വേണ്ടിയിട്ട് ഫുഡ് കുറച്ച് മാറ്റി വെക്കുകയാണ്. അങ്ങനെ അത് പാക്ക് ചെയ്തിട്ട് അത് കൊടുത്തയച്ചതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരുന്നത്. ഇത്തവണത്തെ ചെറിയ പെരുന്നാൾ എന്തായാലും നല്ല അടിപൊളിയായിരുന്നു. കാരണം നമ്മൾ മോൻ്റെ ഫസ്റ്റത്തെ പെരുന്നാളാണ്. അതുപോലെ തന്നെ അവന് എല്ലാം ഇങ്ങനെ വാരി വലിച്ച് എടുത്ത് നോക്കാനും ഒക്കെ ആയി. പിന്നെ കുഞ്ഞുമോക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ, മുത്തപ്പാൻ്റെ മോന്, അവർ ഉള്ളത് നമുക്കൊരു പിന്നെ ആരോഗ്യമുള്ള പോലത്തെ ഒരു ഫീല് വന്ന് നാട്ടിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അങ്ങനെ അതും നല്ലൊരു സ്പെഷ്യലായിരുന്നു. പിന്നെ ഇവിടെ മിസ്സിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഫുഡ് ഇപ്പം എത്ര ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളുണ്ടാക്കിയാലും അവിടെ എത്തുന്ന എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കിട്ടണത് അതൊരു രസം തന്നെയല്ലേ, അത് ഭയങ്കര മിസ്സിങ് ആണ്. പിന്നെ എല്ലായിടത്തും ഇങ്ങനെ നമ്മൾ ഫാമിലി വിസിറ്റ് ചെയ്യുമല്ലോ, അതൊക്കെ ഭയങ്കര മിസ്സിങ് ആണ്. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഒരു പെരുന്നാൾ ഉറക്കമൊക്കെ ഉറങ്ങി. അതിന് ശേഷം നമ്മൾ പുറത്ത് പോയിട്ടാണ് അവിടെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കറങ്ങിയാണ്ട് പോന്നു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ ചെറിയ പെരുന്നാൾ. ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോണത് വലിയ പെരുന്നാളിൻ്റെ വിശേഷത്തേക്കാണ്. അന്നത്തെ ദിവസം രാവിലെ
പെട്ടെന്ന് ഒരു ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം റെഡിയാക്കി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ തൊട്ടടുത്ത് നിന്ന് നല്ല ഫ്രഷ് ബീഫ് കിട്ടിയിരുന്നു. അപ്പോൾ അത് ഇനി വെച്ച് ഫ്രീസറിൽ വെക്കണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെ പെട്ടെന്ന് അതും കുക്ക് ചെയ്ത് വെച്ചു. ഇവിടെ ഇപ്പോൾ ക്ലൈമറ്റ് മാറിയിട്ടോ, നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും പെട്ടെന്നുള്ള ഈ ഒരു ചേഞ്ചിങ് നന്നായിട്ട് ബാധിച്ചിരുന്നു കേട്ടോ. പനിയും ജലദോഷവും ഒക്കെ ആയിട്ട് പെരുന്നാളിൻ്റെ ഒരു ആഴ്ച മുന്നേ സ്റ്റാർട്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊന്നും വയ്യാത്തതുകൊണ്ട് തന്നെ ഇത്തവണ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക, വീട്ടിലൊന്നും ആക്കണ്ട, കുക്ക് ചെയ്യണ്ടെന്ന് കരുതിയിരുന്നു. അങ്ങനെ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് പോയത്. ഇവിടുത്തെ ബിരിയാണി നല്ല ടേസ്റ്റാണ് കേട്ടോ. നന്നായിട്ട് കഴിക്കാനും പറ്റും. കൂടുതൽ മസാല ഒന്നും ഇല്ലാതെ നമ്മൾ നാട്ടിലൊക്കെ കല്യാണത്തിനൊക്കെ കിട്ടൂലേ, അതുപോലത്തെ ഒരു ഫീലാണ് നമുക്കിത് കഴിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അന്നത്തെ ദിവസം ഓർഡർ ആക്കിയത് ബിരിയാണി തന്നെ. ഞാൻ ചിക്കന് പിന്നെ ബാക്കി ബീഫും എല്ലാം ഓർഡർ ആക്കിയെന്ന്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇലയിൽ കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇലയിൽ പൊതിഞ്ഞിട്ടുള്ള ഒരു ബിരിയാണി, ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ പറഞ്ഞത്. അത് കഴിഞ്ഞൊരു സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് പായസം ഉണ്ടായിരുന്നു, പക്ഷേ കുട്ടികൾക്കത് വേണ്ടാന്ന് പറഞ്ഞ് അങ്ങനെ അവർ ഐസ്ക്രീമാണ് ഓർഡർ ആക്കിയത്. പിന്നെ നമ്മളിതാ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു പാർക്കിൽ വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, പിന്നെ മൊത്തത്തിൽ എല്ലാവരും കുറച്ച് എനർജി ലോസ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് റെസ്റ്റ് എടുത്ത്, പിന്നെ കുട്ടികൾക്ക് കളിക്കാനൊന്നുള്ള ഒരു എനർജി ലെവൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വേഗം വീട്ടിലേക്ക് തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ വൈകിട്ട് ഒരു 4 മണിക്കൊക്കെ ശേഷമാണ് കേട്ടോ കുറച്ച് അറബീസ് അവർ ഫാമിലീസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്തുള്ള വീടുകളിലൊക്കെ പോവുകയാണ്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. അവർ പാട്ടൊക്കെ പാടി പിന്നെ അതുപോലെ ഡാൻസൊക്കെ ചെയ്ത് ചെറിയ മക്കളൊക്കെ ഉണ്ടാവും, അവർക്ക് ഈ പോണ വീട്ടിൽ നിന്നൊക്കെ ക്യാഷൊക്കെ കൊടുക്കും കേട്ടോ. അതുപോലെ തന്നെ സ്വീറ്റ്സ്, അവരുടേതായിട്ടുള്ള ട്രഡീഷൻസ് ആയിട്ട് കുറച്ച് സ്വീറ്റ്സ് ഉണ്ടാവും. അത് കാണാൻ. അപ്പം അതും കൂടെ ഞാനിതിൽ ആഡ് ചെയ്തു മാത്രം. അപ്പം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ഈ വർഷത്തെ 2 പെരുന്നാൾ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഡു ടു സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ എല്ലാവർക്കും പെരുന്നാളൊക്കെ അടിപൊളിയായിരുന്നു എന്ന് വിചാരിക്കുന്നു. ഇനി എപ്പോഴെങ്കിലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.